എം മുകേഷ് മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക്, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മാത്രമല്ല, ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളും ധൈര്യമായിട്ട് കലാരംഗത്തേക്ക്, എന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് കലാകാരികളെ കിട്ടുകയുള്ളൂ, വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ 19 കൊല്ലം മുമ്പ് കോടീശ്വരൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ വന്നപ്പോൾ ഫോണിൽ ഞാൻ ശല്യപ്പെടുത്തി എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതിനെപ്പറ്റി ഒന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ ലേ മെറിഡിയൻ ഹോട്ടലിൽ തന്നെയാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. പക്ഷേ അങ്ങനെയുള്ളൊരു TV പ്രോഗ്രാം, ഞാൻ ആദ്യമായിട്ടാണ് ലേ മെറിഡിയനിൽ അവിടെ താമസിക്കുന്നത്, ഒരു 5 സ്റ്റാറിന് മേളിലുള്ള ഒരു ഹോട്ടലിൽ. അവിടെ ക്രൂവിന് അവർ റൂം എടുത്ത് കൊടുക്കുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അവരെ അവിടെ വെച്ച് കണ്ടതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഈ ഫോണിൽ കൂടി ഇതേ കണക്ക് ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞത് ഒരിക്കലും ഞാനായിരിക്കില്ല. അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നതായിരിക്കണം. അതുമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. പിന്നെ ഡെറിക് ഒബ്രോൺ എൻ്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്തും ഗുരുവുമാണ്. ആദ്യമായിട്ട് ഒരു TV പ്രോഗ്രാം ആങ്കറിങ് ചെയ്യുന്നപ്പോൾ അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹം എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും അപ്രിഷ്യേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞ് പിന്നെ അദ്ദേഹം എന്നിലുള്ളൊരു വിശ്വാസം വെച്ചുകൊണ്ട് അദ്ദേഹം ബിസി ആയതുകൊണ്ട് വന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അദ്ദേഹം വീണ്ടും, ഇപ്പോൾ ഇത് 19 കൊല്ലം എന്ന് പറഞ്ഞു, 10 കൊല്ലം മുമ്പ് എറണാകുളത്ത് വന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഇങ്ങനെ ഡെറിക് ഓബ്രോൺ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഡിസ്കവറി ചാനലിന് വേണ്ടി ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നുണ്ട് കല്ലൂരിൽ ഒരു ഹാളിൽ വെച്ചിട്ട്, മുകേഷ് ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. നമ്മൾ തീർച്ചയായിട്ടും ഞാൻ വരും. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അന്ന് എൻ്റെ തോളിൽ പിടിച്ചിട്ട് പറഞ്ഞത്, കേരളത്തിൽ എനിക്ക് ആകെക്കൂടെ അറിയാവുന്നത് മുകേഷിനെയാണ്, എൻ്റെ ആകെക്കൂടെ ഉള്ളൊരു ഫ്രണ്ട് മുകേഷാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അദ്ദേഹം എന്നിലുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ വിളിക്കത്തുമില്ല, അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തതിനായിരുന്നു. അപ്പോൾ അവിടെ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. വേറെ ആരെങ്കിലും ഒരു മുകേഷ് കുമാർ എന്ന് പറഞ്ഞ പേരിലുള്ള, എനിക്ക് അറിഞ്ഞൂടാ, അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചെയ്യത്തില്ല. പിന്നെ വേറൊരു ചെറിയ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ഞാനിപ്പോൾ ഇവിടെ തന്നെ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നപ്പം ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മുകേഷ് ഏട്ടാ, ഇങ്ങനെ ബോംബെ എന്നൊരു കുട്ടി ഇങ്ങനെ 19 കൊല്ലം മുമ്പ് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തല്ലോ, എന്താണ്? ഞാനതൊരു സൗഹൃദ സംഭാഷണമാണെന്നാണ് വിചാരിച്ചത്. ഞാൻ മുക്കിനും മൂലയിലും ഒക്കെ പറഞ്ഞു. അതൊരിക്കലും പ്രതികരണമാണെന്നും എന്നോട് പറഞ്ഞില്ല, റെക്കോർഡ് ചെയ്യുന്നെന്നും എന്നോട് പറഞ്ഞില്ല. അതായിരുന്നെങ്കിൽ ഞാൻ വ്യക്തമായി പറഞ്ഞാനായിരുന്നു. ആ ഒരു തെറ്റിദ്ധാരണ കൂടെ മാറ്റണം. പിന്നെ ആ കുട്ടി ടെസ് ജോസഫ് തന്നെ പറഞ്ഞു, കേസിനും വഴക്കിനൊന്നുമല്ല, എൻ്റെ മനസ്സിലുള്ളത് കോറിയതാണ്. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ ഈ TV കവർ ചെയ്യുകയും അത് പൊളിറ്റിസൈസ് ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല, അതൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചതെന്ന് ഉദ്ദേശിച്ചതെന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ അതും മുഖവിലേക്ക് എടുക്കണം. പിന്നെ ഒരു പ്രധാന കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ സെൽമി ദി ആൻസർ എന്ന് പറഞ്ഞിട്ട് സീസൺ 3 അത് ഈ ശനിയാഴ്ച തുടങ്ങുകയാണ്. അത് പ്രളയ ബാധിതർക്ക് വേണ്ടി, അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് നമ്മൾ പ്രളയത്തിൽ കാണിച്ച ആ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഉള്ള ആ ഒരു കെട്ടുറപ്പ്, ഇത് പ്രളയത്തിലേക്ക് പോകുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് കുറേ പൈസ പോകുന്നത്. അതിൻ്റെ വിശദവിവരങ്ങൾ അതിനകത്തറിയും. അതും ഒരു പോയിന്റ് ആണ്. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഓർക്കുന്നില്ല, ആ ഒരു ഫോട്ടോ കണ്ടിട്ടും എനിക്ക് സാധാരണഗതിയിൽ ഏതെങ്കിലും, ഇതിപ്പോൾ ഒരു ക്രൂ 19 കൊല്ലം മുമ്പ് എനിക്ക് ഓർമ്മയില്ല, അറിഞ്ഞൂടാ. ഫോണിൽ കൂടെ അല്ലേ? അതെ, ഫോണിൽ കൂടെ മാറ്റി പറയരുത്. ഫോണിൽ കൂടെ ഞാനാണെന്ന് എങ്ങനെ അറിയാം? അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഒരു ചോദ്യം ചോദിച്ചു, അതൊക്കെ എനിക്ക് ചർച്ച ചെയ്തിട്ട്, എൻ്റെ പാർട്ടിയായിട്ട് എനിക്ക് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് ആ ഒരു നില വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയുന്നതനുസരിച്ച് ചെയ്യും. മീറ്റു വെളിപ്പെടുത്തലിന്റെ ഭാഗമായി ടെസ് ജോസഫ് എന്ന യുവതി നടത്തിയ വെളിപ്പെടുത്തലിനെ നിഷേധിക്കുകയാണ് എം മുകേഷ് MLA ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തൻ്റെ ഓർമ്മയിലില്ല എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു. ഫോണിൽ കൂടെ ശല്യപ്പെടുത്തിയത് താൻ തന്നെയാകണം എന്ന് നിർബന്ധമുണ്ടോ എന്ന മട്ടിലുള്ള നിഷേധമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അങ്ങനെ ഒരു സംഭവം ഓർമ്മയിലില്ല, താൻ അങ്ങനെ ചെയ്യുന്നയാളല്ല എന്നാണ് മുകേഷ് കുമാർ പറയുന്നത്. വേറെ ആരെങ്കിലും ആണോ എന്നറിയില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ടെസ് ജോസഫ് പറഞ്ഞ ഡെറിക് ഓബ്രിയൻ തൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കൊച്ചിയിൽ വന്നപ്പോൾ തന്നെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെ ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
മുകേഷിനെതിരായിട്ട് പക്ഷേ അതേസമയം കൊല്ലത്ത് വലിയ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ DCCയുടെ നേതൃത്വത്തിൽ മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പെൺകുട്ടിയെ ടെലിഫോണിലൂടെ വിളിച്ച് അധിക്ഷേപിച്ച ലൈംഗികമായിട്ട് ദുർവാക്കുകൾ പറഞ്ഞ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ച മുകേഷ് MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് നേതാക്കളുടെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, എന്താണ് നടക്കുന്നത്? മുകേഷ് MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെയും നേരത്തെ RSPയുടെ നേതൃത്വത്തിൽ മാർച്ച് നടന്നത്. കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മുൻ DCC പ്രസിഡന്റ് പ്രതാപ് മുഹമ്മദ് അമ്പാനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇവർ അല്പസമയത്തിനുള്ളിൽ മുകേഷ് MLAയുടെ കത്തിക്കും. ഇത് നേരത്തെ മുകേഷ് MLAയുടെ ഓഫീസിന് സമീപം വെച്ചാണ് പോലീസ് ബാരിക്കേഡ് ഉയർത്തി മാർച്ച് തടഞ്ഞത്. മാർച്ച് സമാധാനപരമാണ്. മുകേഷ് MLA രാജിവെക്കണമെന്നും പോലീസ് കേസെടുത്ത് മുകേഷിനെതിരെ അന്വേഷണം നടത്തണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. ഇന്നലെ യൂത്ത് കോൺഗ്രസും സമാനമായ ആവശ്യം ഉന്നയിച്ച് മാർച്ച് നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് ഈ സമരം ഏറ്റെടുക്കുകയും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തത്. മുകേഷിനെതിരെ സമരം നടത്താനും മുകേഷിനെ രാജിവെക്കാൻ മുകേഷിനോട് CPM രാജി ആവശ്യപ്പെടണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും സമരം ഇപ്പോഴും പുരോഗമിക്കുക. തിരിച്ചു വരാം ശ്യാം ദേവരാജ് താങ്കളിലേക്ക്. അവിടെ കൊല്ലത്ത് പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് TG സജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. സജിത്ത്, അദ്ദേഹം അത് നിഷേധിക്കുകയാണ് മുകേഷ് ചെയ്യുന്നത്. പക്ഷേ പരാതി ലഭിക്കുകയാണെങ്കിൽ നടപടിയെടുക്കും എന്ന് AK ബാലൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുമുണ്ട്. CPM-നകത്ത് ഇത് സംബന്ധിച്ച് നടക്കുന്ന ചർച്ചകൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ നിഷേധം പൂർണ്ണ മുഖവിലക്കെടുക്കുകയും വിശ്വാസത്തിലെടുക്കുകയുമാണോ പാർട്ടി ചെയ്തിരിക്കുന്നത്? സനീഷ്, മുകേഷിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. ഈ പ്രതികരണത്തിൽ മുകേഷ് വ്യക്തമാക്കുന്നത് തനിക്ക് ഈ പെൺകുട്ടിയെ അറിയില്ല, താനുമായി നേരിട്ട് സംസാരിച്ചിട്ടില്ല, ടെലിഫോണിൽ സംസാരിച്ചു എന്ന് മാത്രമാണ് ആ പെൺകുട്ടി തന്നെ ഉന്നയിക്കുന്നത്. അത് താനല്ല, തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് മുകേഷിന്റെ നിലപാട്. ഈ വിഷയത്തിൽ തനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. MeToo ക്യാമ്പയിനെ അനുകൂലിക്കുന്ന വ്യക്തി കൂടിയാണ് താൻ. അതുകൊണ്ട് ഈ ഇത്തരം ക്യാമ്പയിനുകളെ താൻ അനുകൂലിക്കുന്നു. പക്ഷേ ഈ പെൺകുട്ടിയുടെ ആരോപണം തെറ്റാണ്. ഇതൊരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലുണ്ടായ ആരോപണമാണ്. എന്നാൽ ഈ പെൺകുട്ടിക്കെതിരെ മാനനഷ്ട കേസ് അങ്ങനെയെങ്കിൽ ഫയൽ ചെയ്യുമോ എന്ന ചോദ്യത്തിന് അത് പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നതാണ് മുകേഷിന്റെ മറുപടി. അല്പസമയം മുമ്പ് സെക്രട്ടേറിയറ്റിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നടൻ മുകേഷ്. MLA-യുമായ മുകേഷിന്റെ ആദ്യ പ്രതികരണമാണ് ഈ തരത്തിൽ വരുന്നത്. സജിത്ത്, ഇവിടെ ഇക്കാര്യത്തിൽ പരാതി വരട്ടെ, അതിനുശേഷം കാര്യങ്ങൾ ആലോചിക്കാമെന്ന് ഇന്നലെ കോടിയേരി ബാലകൃഷ്ണനും ഇന്ന് AK ബാലനും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കകത്ത് അനൌദ്യോഗികമായിട്ടെങ്കിലും എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ? പാർട്ടി അദ്ദേഹത്തോട് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും വിശദീകരണം തേടിയിട്ടുണ്ടോ? നിലവിൽ ലഭിക്കുന്ന പ്രതികരണങ്ങളും സൂചനകളും CPM നേതൃത്വം മുകേഷിനെ പ്രതിരോധിക്കുക ലക്ഷ്യമിട്ട് തന്നെയാണ്. ഇന്നലെ ഈ ആരോപണം വന്നതിന് ശേഷം മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതിരുന്ന മുകേഷ് ആ തരത്തിൽ പ്രതികരണം നടത്തായിരുന്ന മുകേഷ് പാർട്ടി നേതൃത്വവുമായി ആലോചിച്ചാണ് ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിൽ പൂർണ്ണമായും മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് CPM കേന്ദ്രങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിനകം പുറത്തു വന്ന നേതാക്കളുടെ എല്ലാവരുടെയും പ്രതികരണം പരാതിക്കാരി മുന്നോട്ട് വരട്ടെ, അങ്ങനെയെങ്കിൽ നടപടി എന്നതാണ്. പക്ഷേ പരാതിക്കാരി മുന്നോട്ട് വരുന്നില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആരോപണമാണ്. ഇതിന്റെ വസ്തുത അറിയില്ല. പ്രതികരിച്ച AK ബാലൻ അടക്കമുള്ള നിയമമന്ത്രി അടക്കമുള്ളവരും വ്യക്തമാക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ആരോപണമാണ്. ഇതിന്റെ നിജസ്ഥിതി പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം പരാതിക്കാരി മുന്നോട്ട് വരട്ടെ എന്നതാണ് ആ തരത്തിൽ അവരെടുക്കുന്ന നിലപാട്. TG സജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. മുകേഷ് MLA അദ്ദേഹത്തിനെതിരായിട്ടുള്ള MeToo വെളിപ്പെടുത്തൽ നിഷേധിക്കുന്നു. താനേക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല എന്ന് ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. പരാതിയുമായിട്ട് വരട്ടെ, 19 വർഷത്തിന് ശേഷമാണോ ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന് ഒരല്പം പരിഹാസം കലർന്ന സംഗതിയായിരുന്നു ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. ഇന്ന് പക്ഷേ അദ്ദേഹം അക്കാര്യത്തിൽ നിന്ന് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അന്ന് എൻ്റെ തോളിൽ പിടിച്ചിട്ട് പറഞ്ഞത് കേരളത്തിന് എനിക്ക് ആകെക്കൂടെ അറിയാവുന്നത് മുകേഷിനെയാണ്, എൻ്റെ ആകെക്കൂടെ ഉള്ളൊരു ഫ്രണ്ടും മുകേഷാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അദ്ദേഹം എന്നിലുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ വിളിക്കത്തുമില്ല, അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തതിനായിരുന്നു. അപ്പോൾ അവിടെ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. വേറെ ആരെങ്കിലും ഒരു മുകേഷ് കുമാർ എന്ന് പറഞ്ഞ പേരിലുള്ള എനിക്ക് അറിഞ്ഞൂടാ, അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചെയ്യത്തില്ല. പിന്നെ വേറൊരു ചെറിയ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ഞാനിപ്പോൾ ഇവിടെ തന്നെ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നപ്പം ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മുകേഷ് ചേട്ടാ, ഇങ്ങനെ ബോംബെയിൽ നിന്നൊരു കുട്ടി ഇങ്ങനെ 19 കൊല്ലം മുമ്പ്
ഒരു കംപ്ലൈൻറ്റ് കൊടുത്തല്ലോ. എന്താണ്? ഞാനതൊരു സൗഹൃദ സംഭാഷണമാണെന്നാണ് വിചാരിച്ചത്. ഞാൻ മുക്കിനും മൂലയിലുമൊക്കെ പറഞ്ഞു. അതൊരിക്കലും പ്രതികരണമാണെന്നും എന്നോട് പറഞ്ഞില്ല, റെക്കോർഡ് ചെയ്യുന്നെന്നും എന്നോട് പറഞ്ഞില്ല. അതായിരുന്നെങ്കിൽ ഞാൻ വ്യക്തമായി പറഞ്ഞേനായിരുന്നു. ആ ഒരു തെറ്റിദ്ധാരണ കൂടെ മാറ്റണം. പിന്നെ ആ കുട്ടി ടെസ് ജോസഫ് തന്നെ പറഞ്ഞു, കേസിനും വഴക്കിനൊന്നുമല്ല, എൻ്റെ മനസ്സിലുള്ളത് കോറിയതാണ്. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ ഈ TV കവർ ചെയ്യുകയും അത് പൊളിറ്റിസൈസ് ചെയ്യണമെന്ന ആവശ്യമൊന്നുമില്ല, അതൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചതെന്നും ഉദ്ദേശിച്ചതെന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ അതും മുഖവിലേക്ക് എടുക്കണം. പിന്നെ ഒരു പ്രധാന കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, മുകേഷ് മീ ടു വെളിപ്പെടുത്തലുമായി വന്നിട്ടുള്ള കാര്യങ്ങളെ അദ്ദേഹം നിഷേധിക്കുകയാണ്. അത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അന്വേഷണം നടത്താമെന്ന് AK ബാലൻ നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട്. വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.